നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. അതിശക്തമായ രീതിയിൽ നിഫ്റ്റി ഇന്നും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. പക്ഷേ അതിന് ഇൻട്രാഡേ ഹൈയിൽ നിന്ന് 350 പോയിന്റിൻ്റെ ഒരു ഫോള രേഖപ്പെടുത്തിയിട്ടാണ് നിഫ്റ്റി ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചത്. ഹൈലി വോളറ്റിലായിരുന്നു. HDFC ബാങ്കിൻ്റെ ശക്തമായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ, നാളത്തെ മോണിറ്ററി പോളിസി മീറ്റിങ്ങിൽ റേറ്റ് കട്ട് ഉണ്ടാകുമെന്നുള്ള ആ ഒരു ശുഭപ്രതീക്ഷകൾ ഒക്കെ ആണ് മാർക്കറ്റിനെ ഇത്ര ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചത്. ഇലക്ഷന് മുമ്പുള്ള അവസാനത്തെ ഒരു RBI മോണിറ്ററി പോളിസി മീറ്റിംഗ് ആണ്. ഇതിനു മുമ്പും കഴിഞ്ഞ ആഴ്ച മുമ്പിൽ പെട്രോളിൻ്റെ വില കുറച്ചിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഹൈക്ക് കുറയ്ക്കുകയാണെങ്കിൽ മാർക്കറ്റിന് അതൊരു വലിയൊരു ഉണർവാകും. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് നിഫ്റ്റി ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയുടെ മാർക്കറ്റിൻ്റെ ന്യൂസ് ഹെഡ്ലൈൻസ് നോക്കുകയാണെങ്കിൽ സെൻസെക്സ് നിഫ്റ്റി റെക്കോർഡ് ഹൈ ആണ്. HDFC മിഡ് ക്യാപ്പ് തുടങ്ങിയ കമ്പനീസ് എല്ലാം തന്നെ, മിഡ് ക്യാപ്പ് സെക്ടേഴ്സ് എല്ലാം തന്നെ ശക്തമായൊരു റാലി രേഖപ്പെടുത്തി. മിഡ് ക്യാപ്പ് ഇൻഡെക്സ് 50,000 ക്രോസ് ചെയ്തു. HDFC ബാങ്ക് 3% ശക്തമായിട്ടുള്ള ഒരു റാലി. 80 പോയിന്റ് ആണ് നിഫ്റ്റിയിൽ HDFC ബാങ്ക് ഇന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഓയിൽ ആൻഡ് ഗ്യാസ് സ്റ്റോക്കുകൾ ഇന്ന് ഫോൾ ആയിട്ടുണ്ട്. വിൻഫോൾ ടാക്സ് എല്ലാം തന്നെ കൂട്ടും എന്നുള്ള ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ഓയിൽ ആൻഡ് ഗ്യാസ് സ്റ്റോക്കുകൾ 3% ഫോള്. ഗോൾഡ് ഒരു പുത്തൻ ഒരു ഹൈ ആണ്. ഗോൾഡൊക്കെ ഇപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് വാങ്ങാൻ പറ്റാത്ത ദൂരത്തിൽ ഗോൾഡ് മുകളിലേക്ക് പോയിട്ടുണ്ട്. $2,300 പെർ ഔൺസ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ. ജെറോം പവലിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കമൻറ്റ്, US മാർക്കറ്റിലും അവിടുത്തെ പലിശ നിരക്ക് വർധനവ് സംബന്ധിച്ച് ഈ തവണ കുറേ തവണയായിട്ട് പലിശ നിരക്ക് പോസ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു. അപ്പോൾ ഈ തവണ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു റേറ്റ് കട്ടാണ്. റേറ്റ് കട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ്, ഈ ഒരു വർഷം റേറ്റ് കട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് ജെറോം പവലും US സെൻട്രൽ ബാങ്ക് തലവൻ്റെയും പ്രസ്താവന. അപ്പോൾ അത് ഇന്നലെ US മാർക്കറ്റ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ആ ഒരു സെൻറ്റിമെൻറ്റ്സാണ് ആക്ച്വലി ഇന്ന് ഏഷ്യൻ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. ആദ്യം ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. 22,400 മുകളിലായിരുന്നു ഇന്നലത്തെ ക്ലോസ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. 22,500 റേഞ്ചിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം 22,600 കവിഞ്ഞ് മാർക്കറ്റ് നിഫ്റ്റി മുകളിലേക്ക് പോയി. അതിനുശേഷം ഇൻട്രാഡേ ഹൈയിൽ നിന്ന് 350 പോയിന്റ് ഫോളായി 22,300 സപ്പോർട്ട് എടുത്ത് വീണ്ടും 22,500 ക്ലോസ് ചെയ്ത വളരെയധികം വോളറ്റൈലായിട്ടുള്ളൊരു മാർക്കറ്റ്. നിഫ്റ്റി 80 പോയിന്റ്, സെൻസെക്സ് 350 പോയിന്റ്, ബാങ്ക് നിഫ്റ്റി 436 പോയിന്റിൻ്റെ ഗെയിന് ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. മികച്ച കമ്പനി നോക്കുകയാണെങ്കിൽ HDFC ബാങ്ക് തന്നെയാണ്. 3% റാലി. ഐഷർ മോട്ടോഴ്സ് 2%, ഏഷ്യൻ പെയിൻറ്റ്, ടെക്കം, TCS തുടങ്ങിയ കമ്പനീസ് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ONGC, ശ്രീറാം ഫിനാൻസ്, അദാനി പോർട്ട്, BPCL, SBI തുടങ്ങിയ കമ്പനീസാണ് ഫോളോ ആയിട്ടുള്ളത്. വിൻഫോൾ ടാക്സിൻ്റെ ഇഷ്യൂ കാരണം ONGCയും BPCLും ഫോളോ ആയിട്ടുണ്ട്. ശ്രീറാം ഫിനാൻസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് റാലി രേഖപ്പെടുത്തി കൊണ്ടിരിക്കുകയായിരുന്നു. നിഫ്റ്റിയിലെ സ്റ്റോക്കിൻ്റെ ന്യൂസുകളിലേക്ക് നമുക്ക് കടക്കാം. ഈ ഒരു ആഴ്ചയിൽ കോഴിക്കോടും കൊച്ചിയിലും വെച്ച് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ഓഫ്ലൈൻ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്ന ക്ലാസ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. നിങ്ങളുടെ സീറ്റ് ഇപ്പോഴേ തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാം. ന്യൂസിലേക്ക് വരുമ്പോൾ HDFC ബാങ്കായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസാണ്. HDFC ബാങ്ക് 2 മന്ത് ഹൈ ആണ്. 1,500 എന്ന് പറയുന്ന റേഞ്ച് HDFC ബാങ്ക് 2 മാസങ്ങൾക്ക് ശേഷം അവർ കൊണ്ടുവന്നു. സ്റ്റോക്കിൻ്റെ പ്രൈസ് എത്തി നിൽക്കുകയാണ്. ഈ വരുന്ന 20-ാം തീയതിയാണ്, ഏപ്രിൽ 20-ാം തീയതിയാണ് HDFC ബാങ്കിൻ്റെ Q4 റിസൾട്ട് വരുന്നത്. GM ബെവറീസ് കമ്പനിയുടെ Q4 റിസൾട്ട് ഉണ്ടായിരുന്നു. 35 കോടി രൂപയിൽ നിന്ന് 86 കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർന്നു. കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ആ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന കാരണം കൊണ്ട് ഇന്ന് സ്റ്റോക്ക് ഇടിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് കുപ്പിഡ് എന്ന് പറയുന്ന കോണ്ടം നിർമ്മാതാക്കളായിട്ടുള്ള കമ്പനിയും അവരുടെ സ്റ്റോക്ക് സ്പ്ലിറ്റും ഉണ്ട്, ബോണസ് ഇഷ്യൂ ഉണ്ട്. അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആണ് ഇന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് സീവിയർ ആയിട്ട് ഫോൾ ആയതായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഫോൾ ആയതല്ല. ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് നടന്നതിന് ശേഷം പ്രൈസ് എല്ലാം തന്നെ അഡ്ജസ്റ്റ് ചെയ്യും. ഏകദേശം 4-5 കോളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് ഗൂഗിൾ ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ. വേദാന്തയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അലൂമിനിയം കമ്പനിയാണ്. ഇവരുടെ അലൂമിനിയം ബിസിനസ് 18% ഒരു ഉയർച്ച ഉണ്ടായി. ഗോവയിൽ അവരുടെ പുതിയൊരു പ്ലാന്റ് കമ്പനി തുടങ്ങി. അതിൽ നിന്നുള്ള മാനുഫാക്ചറിങ് ഫെസിലിറ്റി, കൊമേഴ്ഷ്യൽ മാനുഫാക്ചറിങ് ഫെസിലിറ്റി കമ്പനി ആരംഭിച്ചു എന്നുള്ള ന്യൂസ് വേദാന്തനെ സംബന്ധിച്ച്. JE എയറോസ്പേസ് കമ്പനി 240 കോടി രൂപയുടെ ഒരു മാനുഫാക്ചറിങ് ഫെസിലിറ്റി കമ്പനി ആരംഭിച്ചു എന്നുള്ള ന്യൂസാണ്. ബ്രിഗേഡ് എൻ്റർപ്രൈസസ് കമ്പനി, ഇവർ ഒരു റിയാലിറ്റി മേഖലയിലുള്ള കമ്പനിയാണ്. കൂടാതെ തന്നെ ബ്രിഗേഡിന് ഈ ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് പോലെയുള്ള IT സ്പേസിൽ ഇവർ സ്വന്തമായിട്ട് ബിൽഡിങ് ചെയ്ത് അത് റെൻ്റ് ഔട്ട് കൊടുക്കുന്ന ബിസിനസ്സും ഉണ്ട്.
അപ്പോൾ ഇവർ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 15% റെൻ്റൽ ഇൻകം അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന കൺസെപ്റ്റ് എല്ലാം തന്നെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എല്ലാം ഓഫീസിൽ വരുന്നൊരു സിനാരിയാണ് ഉള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ബ്രൂക്ക്ഫീൽഡും മൈൻഡ് സ്പേസ് പോലെയുള്ള RIIT കമ്പനീസും ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് കമ്പനിയാണ് രണ്ടും. KC ഇൻ്റർനാഷണൽ ഇന്ന് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കമ്പനിക്ക് 2500 കോടി രൂപയുടെ ഒരു ഓർഡർ കിട്ടിയ ന്യൂസൊക്കെ നമ്മൾ ഷെയർ ചെയ്തിരുന്നു. IEX ഇലക്ട്രിസിറ്റി, ഫിസിക്കൽ ഇലക്ട്രിസിറ്റി ക്രയവിക്രയം സാധ്യമാക്കുന്ന ഒരു എക്സ്ചേഞ്ചാണ് IEX. 100 ബില്യൺ യൂണിറ്റ് ഫസ്റ്റ് ടൈമായിട്ട് ഈ ഒരു പീരീഡിൽ കമ്പനി അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് സ്റ്റോക്ക് റാലി രേഖപ്പെടുത്തി ഇവരുടെ ഡെപ്പോസിറ്റ് എല്ലാം തന്നെ ഉയർന്നിരുന്ന ന്യൂസ് നമ്മൾ പ്രീ മാർക്കറ്റിൽ ഷെയർ ചെയ്തിരുന്നു. JI എയറോസ്പേസ് കമ്പനി ഓൾറെഡി നമ്മൾ റിപ്പീറ്റഡ് ന്യൂസാണ് നമ്മളോട് ഇത് പറഞ്ഞു കഴിഞ്ഞു. ഹീറോ മോട്ടോ കോർപ്പ് ഇവർ ഇൻകം ടാക്സ് 605 കോടി രൂപയുടെ ടാക്സ് ഡിമാൻഡ് നോട്ടീസ് ഇഷ്യൂ ചെയ്തു എന്നുള്ള ന്യൂസ്. L&T മൈൻട്രി IT കമ്പനിയാണ്. അഫ്രോസായിട്ട് ഒരു പുതിയ ട്രെയിനിങ് അക്കാഡമി സെറ്റപ്പ് ചെയ്യാനായിട്ട് കമ്പനി ധാരണയായിട്ടുണ്ട്. ബന്ധൻ ബാങ്ക് 31% ഇവരുടെ ഡെപ്പോസിറ്റ് വർദ്ധിച്ചതായിട്ട് കമ്പനി അറിയിച്ചു. UPL ഒരു ഫെർട്ടിലൈസർ കമ്പനിയാണ്. അപ്പോൾ ഇവരുടെ സീഡ് ബിസിനസ് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് ഇറക്കാൻ അവർ കമ്പനി മാറ്റി. അതിന് ഒരു IPO കമ്പനി ആലോചിക്കുന്നുണ്ടെന്നുള്ള ന്യൂസ്. ലോകേഷ് മെഷീൻ കമ്പനി ഇന്ന് റാലി രേഖപ്പെടുത്തിയ കമ്പനിയാണ്. ഇവർ പ്രൂഫ് ടെസ്റ്റിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി ആരംഭിച്ചു. സോം ഡിസ്റ്റിലറീസ് കമ്പനി ആൽക്കഹോളിക് ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. കർണാടകയിൽ ഇവർ അടുത്തിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അവർ മികച്ച രീതിയിലുള്ള ഒരു സെയിൽസാണ് ലാസ്റ്റ് മന്ത് രേഖപ്പെടുത്തിയത്. ഏഞ്ചൽ വൺ എന്ന് പറയുന്ന ബ്രോക്കറിംഗ് സ്ഥാപനം ഇവരുടെ ക്ലയൻറ്റ് ബേസ് കഴിഞ്ഞ ക്വാർട്ടറിൽ കുറഞ്ഞു എന്നുള്ള ന്യൂസ് കാരണം സ്റ്റോക്ക് ഇന്ന് 3% ഫോൾ രേഖപ്പെടുത്തി. ആസ്റ്റർ DM ഇവർ എക്സ്പാൻഷൻ പ്ലാന് 8% സ്റ്റോക്ക് റാലി രേഖപ്പെടുത്തി. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ആസ്റ്റർ DMനെ സംബന്ധിച്ചുള്ള ന്യൂസുകൾ നമ്മൾ ഷെയർ ചെയ്തിരുന്നു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാം ഇന്ത്യ വിക്സ് 1.34% ഫോളായി 11.2. FTSE പോസിറ്റീവാണ്. അതിന് മുകളിലുള്ള ജർമ്മനും ഫ്രാൻസും റെഡാണ്. ബിറ്റ്കോയിൻ 300 പോയിൻ്റ് ഉയർന്ന് 66,376. ഡോ ഫ്യൂച്ചർ പോസിറ്റീവാണ്. ഏഷ്യൻ മാർക്കറ്റ് ജപ്പാൻ, കൊറിയ, ചൈന, ഓസ്ട്രേലിയ എല്ലാം തന്നെ പോസിറ്റീവിൽ അടച്ചു. ഏറ്റവും ടോപ്പിൽ ഗോൾഡ് 2292 ഓൾ ടൈം ഹൈ തന്നെയാണ് ഗോൾഡ് നിൽക്കുന്നത്. അപ്പോൾ ഗോൾഡൊക്കെ വാങ്ങാനായിട്ടുള്ള നമുക്ക് ഗോൾഡ് ബീസ് വാങ്ങാം, അതല്ലെങ്കിൽ SGB വാങ്ങാം. അങ്ങനെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഗോൾഡൊക്കെ ഓൾ ടൈം ഹൈയിൽ എത്തി നിൽക്കുകയാണ്. ഈ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് ഓപ്ഷൻ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു ബ്രോക്കർ ഏതാണ്? എല്ലാ സ്ട്രൈക്ക് പ്രൈസും നമുക്ക് കിട്ടണം, അതുപോലെ തന്നെ ഹെഡ്ജ് ചെയ്യാനും പറ്റണം, ഡിസ്കൗണ്ട് ബ്രോക്കർ ആയിരിക്കണം. അപ്സ്റ്റോക്ക് എന്ന് പറയുന്ന ഇന്ത്യയിലെ ലീഡിംഗ് ബ്രോക്കറാണ്. ഒട്ടുമിക്ക എല്ലാ ഫാർവേർട്ടിയും സ്ട്രൈക്ക് അവൈലബിൾ ആണ്, ഹെഡ്ജ് ചെയ്യാം. കൂടാതെ തന്നെ ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. അപ്പോൾ അപ്സ്റ്റോക്ക് എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഉപയോഗപ്പെടുത്തുക. എല്ലാവർക്കും നാളെ രാവിലെ 7:00 പ്രീ മാർക്കറ്റായിട്ട് കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയോടെ ശുഭരാത്രി നേരുന്നു.